വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം 2 ഗപ്പീനെ മേടിച്ചിട്ടായിരുന്നു. അതിനിപ്പോൾ 2-3 കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായി. അതാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ചെറുമീനുകളിലേക്കുള്ള ഓടി നടക്കുന്നതാണ്. ഏതാണ്ട് 30ഓളം കുഞ്ഞുമീനുണ്ട്. അപ്പോൾ ഇതിനെ ഞങ്ങൾ തീറ്റ ഈ പെല്ലറ്റ് ഫീഡൊന്നും ഇത് എടുക്കില്ല. അതിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഫീഡിൻ്റെ കാര്യമാണെന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞങ്ങൾ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മാങ്ങേൻ്റെ ഇടാം, മാവിൻ്റെ ഇല ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ ഞങ്ങൾ വലിയ ഗപ്പികൾക്ക് കൊടുക്കാൻ കുറച്ച് ഫീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം കൊതുക് കുഞ്ഞുങ്ങൾ. കുറച്ച് വെള്ളവും ഇഷ്ടം കളിച്ചാൽ മതി. ആ കൊതുകുകൾ തന്നെ ഒന്ന് മുട്ടയിട്ട് കുറേ ഉണ്ടായിരുന്നു. കുറേ ഇപ്പം ഞാൻ വന്നപ്പോൾ താഴേക്ക് പോയി ഇങ്ങനെ. അപ്പം നമുക്കിനി ഇത് ഇടുന്ന കാര്യം നോക്കാം. അപ്പം ഭയങ്കര ഡെയിലുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയും പെയ്യാം. അപ്പം നമുക്കൊരു പാത്രം പഴകി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് വരുമ്പോഴത്തേക്കും മീനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിനകത്താണ് നമ്മളിപ്പോൾ നമ്മുടെ ഗപ്പീനെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ 2 ഗപ്പികൾ കാണാൻ സാധിക്കത്തില്ല, ഭയങ്കര വെയിലാണ് ഗീസ്. ഇത് കണ്ടോ, ആ കല്ലിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും ഇപ്പം 2 എണ്ണം. ഇവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത്. ഇല്ല, ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അതെ, ഇത് നടക്കണമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കത്തില്ല, കാരണം ഭയങ്കര വെയിലല്ല. ഒന്നാമത് വെയിലത്ത് പോകണം, അങ്ങോട്ട് ക്ലിയർ ആവണതുമില്ല. അതെ, ഇതാണ് നമ്മുടെ കുറേ കൂത്താടികളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ. ആ ടാങ്കിൽ അത്യാവശ്യം മീനുകൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ആമ്പലിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആമ്പൽ ഏതോ ചീഞ്ഞു പോയ ആമ്പലാണ്. അത് നമുക്ക് വളരുമെന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ അതിലിട്ടിട്ടുണ്ട്. ഒന്ന് പിടിക്കും. ഇതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളുണ്ട്. അത് മുന്നറിയില്ല. അത് നമ്മുടെ ആമ്പൽ വിരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ ഗേസ്. പിന്നെ ഒരു ടാങ്കും കൂടെ ഉണ്ട്. യെസ്, ആ ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു മീനുള്ളൂ, കാണാൻ സാധിക്കില്ലാത്ത കാരണം വെച്ചിട്ടുണ്ട്. അത് ഈ മണ്ണിലായത് കാരണം നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. അതിനൊരു മൺ കളറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ കാണാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. കണ്ടില്ല ഗൈസ്, നിങ്ങൾക്ക് ഒന്നിനും കാണാൻ പറ്റില്ലല്ലോ. അത് ഇവിടെ ഇവിടാണ്ട് ഒളിച്ചിരിപ്പുണ്ടുണ്ട്. നമുക്ക് മനസ്സിലാവും. ദേ ഇലക്കുള്ളിലാണ്. അതെ, ഇലയുടെ അടിയിലുണ്ട് ഗൈസ്. തരത്തിലാണ് നോക്കി ഇന്ന് ചിലപ്പോൾ കാണാൻ സാധിക്കും. കണ്ടോ ഗൈസ്, ഇപ്പോൾ ഇങ്ങോട്ടൊരു മണ്ണ് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു 2 പേര്. ഇവിടുന്ന് പോയത് ഇവിടെ ഉണ്ടായിരുന്നു. ഇതായിരിക്കുന്നതാണ് ഗൈസ്, കണ്ടോ, അവിടെ ഉണ്ടായിരുന്നു. കാണാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര വെയിലുമാണ്. ഒന്നത് കൂടെ തന്നെ നല്ല ഞാൻ പറയാം വെയിലും ഉണ്ട്. അതാണ് കാരണം നമുക്കത് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഭയങ്കര കഷ്ടപ്പാടിൽ ഇരുന്ന് ചെയ്യാണ്. ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ നിർത്തി നടക്കുന്നത്. അപ്പോൾ ഇതേ അവൻ വാഴയിലും കുറച്ച് വെള്ളം എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം തന്നെയാണ്. ഇതേ ഒരു കൊതുക് വന്നിരിക്കുന്നതാണ് ആ മുട്ടയുടെ. ആ കൊതുക് അതിൽ നിന്ന് ഉണ്ടായതായിരിക്കും, വിരിഞ്ഞിറങ്ങിയതായിരിക്കും. പിന്നെ വിരിഞ്ഞിറങ്ങിയ കൂത്താടിയായിട്ടല്ലേ വരുള്ളൂ. ഈ കൂത്താടി ഇപ്പോൾ കൊതുകാവൂലേ? കൂത്താടി കൊതുകായതാണോ എന്നൊരു സംശയം. എൻ്റെ അടുത്ത് എന്തൊരു വേസ്റ്റ് കിടപ്പുണ്ടതാണ്. അപ്പോൾ ഇത് ഇപ്പോഴാണ് പറക്കാൻ പോലും അറിയില്ല അതിന്. ആ പറക്കാനൊക്കെ പാടുപെടാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായതായിരിക്കും. അപ്പോൾ നമ്മുടെ വാഴല നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വാഴല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ്
നോക്കുമ്പോൾ സൂര്യ എന്ന് പറയുന്ന ഇൻഫസ് സൂര്യ പിന്നെ പല അതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അതുണ്ടാവുന്നതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മൂടിയിടാം. എന്തെങ്കിലും തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ മൂടിയിടുന്നില്ല. അതിൻ്റെ തൊട്ടിപ്പുറം കൊതുകും പാത്രം ഉള്ളതുകൊണ്ട് അതിൽ കൊതുകിൻ്റെ കുഞ്ഞുങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കൊതുകുകളും അധികം മുട്ട ഇടുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.